ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നാം പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇംഗ്ലീഷ് ക്ലാസ് റൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കാണുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ മാർക്സ് എന്ന് പറഞ്ഞത് ഇവിടെ കാണാം. ഓക്കെ, ഇത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്കുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. വെയിറ്റേജ് ബൈ കണ്ടൻസ് നമുക്ക് നോക്കാം. ഓരോ മൊഡ്യൂൾസ്. ഫസ്റ്റ് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ്, പോയട്രി, പ്രോസ്. ടെക്സ്റ്റിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പ്രതിപാദിച്ചിട്ടുള്ള പോയട്രി, പ്രോസ്, ഗദ്യവും പദ്യവുമായിട്ടുള്ള ഭാഗങ്ങൾ 7+23. അങ്ങനെ പ്രോസിനാണ് 23 വരുന്നത്, പോയട്രിക്ക് 7 മാർക്കാണ് വരുന്നത്. ടോട്ടൽ 30 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗദ്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് 23 മാർക്കിന് വരുന്നത്. എന്നാലും 30 മാർക്കിനാണ് ടോട്ടലി ഗദ്യവും പദ്യവുമായിട്ട് വരുന്നത്, പോയട്രി ആൻഡ് പ്രോസ്. നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ്, ടെക്സ്റ്റ് ബുക്കിൽ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഭാഗത്തു നിന്ന് വരുന്നത് ടോട്ടൽ 20 മാർക്കിന് വരുന്നുണ്ട്. ഓക്കെ, മറ്റൊന്ന് ഗ്രാമർ ഭാഗത്തിൽ അതിൽപ്പെടുന്ന കാര്യങ്ങൾ ടോട്ടൽ 15 മാർക്കിന്. ഓക്കെ, മറ്റൊന്ന് റൈറ്റിംഗ് സ്കില്ല് നോക്കിയിട്ട് 20 മാർക്കിന് വരുന്നുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ഫോർ സ്പെസിഫിക് പർപ്പസ് 15. അപ്പോൾ ടോട്ടൽ 20, 15, 35, 40, 50 മാർക്കിന്, 50 ഏകദേശം 65 മാർക്കിന് എവിടുന്ന് വരുന്നുണ്ട്? നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് 30 മാർക്കിനാണ് ടോട്ടലി ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്നതെങ്കിൽ നമ്മൾ ബാക്കിയുള്ള മാർക്കിന് വരുന്ന കാര്യങ്ങളാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസിക്സ് എന്ന് പറഞ്ഞ ഈ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസിക്സ്, അതായത് ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്തുനിന്ന് വരുന്ന ചാപ്റ്റേഴ്സിൻ്റെ പുറത്തുനിന്ന് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ക്ലാസ് 1, ആ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിക്സിൻ്റെ ക്ലാസ് 1 ഇവിടെ ഉണ്ട്. അതിൽ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അതിൻ്റെ നോട്ട്സാണ് താഴെ ഉള്ളത്. ഓക്കെ, നോട്ട്സ് 1. രണ്ടാമത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസിക്സ് ക്ലാസ് 2, അതിൻ്റെ വീഡിയോ, അതുപോലെ അതിൻ്റെ നോട്ട്സ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. മൂന്നാമത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസിക്സിൽ ക്ലാസ് 3, അതിൽ പാരഗ്രാഫ് റൈറ്റിംഗ് ആൻഡ് ലെറ്റർ എഴുതുക, 2 സെൻറ്റൻസുകൾ കമ്പൈൻ ചെയ്യുക, അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, നമ്മൾ പറഞ്ഞ ഗ്രാമറിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലാസ് 4 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസിക്സ് ക്ലാസ് 4ൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽഡ് എന്ന് കാണാം. ഇവിടെ ഈ പാർട്ട് 1, സെക്ഷൻ എയിലെ പാർട്ട് 1ഉം പാർട്ട് 2ഉം, ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ A to Z വരെയുള്ള കാര്യങ്ങൾ, ഓരോ ക്വസ്റ്റ്യൻസ് അർത്ഥം വെച്ചിട്ട് തന്നെ അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ വരും എന്നുള്ള